യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ അടുത്ത മാസം 1-ന് ജില്ലയിലെത്തുന്നു. മീനങ്ങാടിയിലെത്തുന്ന ബാവ ഫെബ്രുവരി 2-ന് സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. വിവിധ രാജ്യങ്ങളിലെ സുറിയാനി സഭയുടെ ഒരു സംഘം മെത്രാപൊലീത്തമാരും ബാവയെ അനുഗമിക്കും. പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഭദ്രാസന മെത്രാപൊലീത്ത ഗീവർഗീസ് മോർ സ്തെഫാനോസ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ 123ാമത് പരമാധ്യക്ഷനായ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് ഫെബ്രുവരി 1-ന് വയനാട്ടിലെത്തുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് സഭയുടെ പരമാധ്യക്ഷൻ വയനാട്ടിലേക്ക് എത്തുന്നത്. 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഭാരത സന്ദർശനത്തിന്റെ ഭാഗമായാണ് പരിശുദ്ധ പിതാവ് എത്തുന്നതെന്ന് ഭദ്രാസന മെത്രാപ്പോലിത്ത ഗീവർഗീസ് മോർ സ്തെഫാനോസ് മീനങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോറോമാർ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ആദ്യമായി മലബാറിൻ്റെ മണ്ണിലേക്ക് എഴുന്നള്ളി വരികയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പിതാവിനെ ഏറെ ഭക്ത്യാദരപൂർവ്വം സ്വീകരിക്കുവാനും പരിശുദ്ധ പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും തക്കവണ്ണം ഈ ഭദ്രാസനത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹവും പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. സിറിയൻ സ്വദേശിയായ പിതാവ് 2014-ൽ പാത്രിയാർക്കീസ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇത് 4ാം തവണയാണ് ഇന്ത്യയിലെ യാക്കോബായ സുറിയാനി സഭയിൽ സന്ദർശനം നടത്തുന്നത്. സഭയുടെ പരമാധ്യക്ഷൻ ഇതിനു മുൻപ് 1982-ലാണ് വയനാട് സന്ദർശിച്ചത്. ജനുവരി 25-ന് ബാംഗ്ലൂരിലെത്തുന്ന പാത്രിയാർക്കീസ് ബാവ ബാംഗ്ലൂരിലെ ഭദ്രാസനത്തിൻ്റെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഫെബ്രുവരി 1-നാണ് മീനങ്ങാടിയിൽ എത്തുക. 2-ാം തീയതി രാവിലെ 7:30-ക്ക് മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. സുറിയാനി സഭയുടെ വിവിധ രാജ്യങ്ങളിലെ ഒരു സംഘം മെത്രാപ്പോലിത്തമാരും പാത്രിയാർക്കീസ് ബാവയോടൊപ്പം ഉണ്ടാകും. പരിപാടിക്കായുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് മീനങ്ങാടിയിൽ നടക്കുന്നത്. 1/4 ലക്ഷത്തോളം വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.